ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നും പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും വിദ്വേഷ പരാമർശം നടത്തിയതിനാണ് RSS നേതാവ് TG മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ കേസിൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചത് UDF സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് ദേശാഭിമാനി ആരോപിക്കുകയാണ്. അപ്പോൾ ദേശാഭിമാനിയിലെ ഒരു വാർത്തയാണ് ഇന്നത്തെ വാർത്ത. ഈ വാർത്തയിൽ ഈ പറയുന്ന UDF സർക്കാരിൻ്റെ പിടിപ്പുകേടും മറ്റുള്ളതും ഒക്കെ അവിടെ നിൽക്കട്ടെ. എടോ സുഡാപ്പിക്കാരാ, നിനക്ക് പിണറായി വിജയൻ്റെ ചർദൽ തിന്നാനാ നിന്റെ യോഗമെന്ന് പറയുന്നത്. അത് നീ അങ്ങനെ തിന്നുകൊണ്ടേയിരിക്കുക എന്ന് ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയുണ്ട്. RSSകാരെ തുറങ്കിലടച്ചത് LDF സർക്കാർ എന്നാണ് വാർത്ത. തിരുവനന്തപുരത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊന്ന് വായിക്കാം, വളരെ ചെറുതാ. ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്നും പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും വിദ്വേഷ പരാമർശം നടത്തിയതിന് അറസ്റ്റിലായ RSS നേതാവ് TG മോഹൻദാസിന് ജാമ്യം ലഭിച്ചത് UDF സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലമാണെന്ന് മുമ്പ് വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയവരെ LDF സർക്കാർ അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടച്ചതും കൃത്യമായ വകുപ്പുകൾ ചുമത്തിയാണ്. പലരും മാസങ്ങളോളം ജയിലിൽ കടന്നു. ആരാണ് ഈ മാസങ്ങളോളം ജയിലിൽ കടന്നത് എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ദേശാഭിമാനി പറയുന്നത് പല ആളുകളെയും LDF സർക്കാർ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് മാസങ്ങളോളം ജയിലിലിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആരാണെന്നുള്ളത് എനിക്കറിയില്ല, അത് ദേശാഭിമാനി പറയുന്നില്ല. ഈ മാസങ്ങളോളം വിദ്വേഷ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ പിണറായി വിജയൻ പിടിച്ച് ജയിലിലിട്ട് മാസങ്ങളോളം ജയിലിൽ കിടന്നത് ആരൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല. എന്നാണെങ്കിലും പിണറായി വിജയൻ അത് ചെയ്തു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് KP ശശികല എപ്പോഴാണ് ജയിലിൽ കിടന്നത് എനിക്കറിയില്ല. BJP സംസ്ഥാന പ്രസിഡന്റായിരിക്കെ K സുരേന്ദ്രൻ ജയിലിൽ കിടന്നോ എനിക്കറിയില്ല. തിരുവനന്തപുരത്തും വെണ്ണലയിലും മുസ്ലിം വിഭാഗത്തിന് നേരെ വിദ്വേഷ പ്രസംഗം നടത്തിയ BJP നേതാവ് PC ജോർജ് ജയിലിൽ കിടന്നോ? PC ജോർജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിന്ദു ഹെൽപ്പ് ലൈൻ നടത്തിപ്പുകാരൻ പ്രതീഷ് വിശ്വനാഥ് ജയിലിൽ കിടന്നോ? അറിയില്ല. രാഹുൽ ഈശ്വറിനെ ജയിലിലിട്ടത് മറ്റൊരു കേസിലാണ്. അത് ഈ പറയുന്ന വിഷയം എന്താണെന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ രാഹുൽ ഈശ്വറിനൊക്കെ ജയിലിൽ കിടന്നു എന്നാണ് പറയുന്നത്. ഇവരൊക്കെ മാസങ്ങളോളം ജയിലിൽ കിടന്നു എന്നുള്ളതാണ്. അതിൽ രാഹുൽ ഈശ്വർ ഒരു 10-16 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. ബാക്കി പറയുന്ന ആളുകൾ ആരാണ് ഇത്രയും കാലം ജയിലിൽ കിടന്നത്? KP ശശികലയെ എപ്പോഴാണ് പിണറായി വിജയൻ സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം അതൊന്നല്ല. നമ്മുടെ വിഷയം ഇനി വായിക്കാൻ പോകുന്നതാണ്. ഇവരൊക്കെയാണ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് SDPI സംസ്ഥാന പ്രസിഡന്റായിരുന്ന MK ഫൈസിയെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് കേസിൽ അറസ്റ്റ് ചെയ്തതും പിണറായി വിജയന്റെ ക്രെഡിറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഈ വാർത്തയുടെ ഏറ്റവും അവസാനത്തെ സെന്റൻസ് അതാണ്. അതായത് SDPI സംസ്ഥാന പ്രസിഡന്റായിരുന്ന MK ഫൈസിയെ കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തതും എന്ന് പറഞ്ഞാൽ RSSകാരനെ അറസ്റ്റ് ചെയ്ത അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ RSSകാരൻ വർഗീയവാദിയാണ്, രാജ്യദ്രോഹിയാണ്, തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. ഈ കാര്യത്തിൽ ദേശാഭിമാനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മനസ്സിലാക്കാത്തത്, ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ RSSകാരെ മാത്രമല്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. പിണറായി വിജയൻ SDPIക്കാരൻ, വർഗീയവാദിയായ SDPIക്കാരൻ്റെ സംസ്ഥാന പ്രസിഡന്റ് MK ഫൈസിയെ കള്ളപ്പണ കേസിലാണ്, വിദ്വേഷ പ്രചരണത്തിലല്ല. അതും വ്യക്തമായി പറയുന്നുണ്ട്. കള്ളപ്പണ കേസിൽ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതും പിണറായി വിജയന്റെ നേട്ടമായിട്ട് ആര് പറയുന്നു? ദേശാഭിമാനി പറയുന്നു. അപ്പോൾ ആ ദേശാഭിമാനിയുടെ പത്രക്കട്ടിങ്ങാണ് നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്നത്. ആ മഞ്ഞ ലൈനിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് MK ഫൈസിയെ കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തത് പിണറായി വിജയൻ്റെ ക്രെഡിറ്റ് ആയിട്ട് ദേശാഭിമാനി പറയുന്നത്, പിണറായി വിജയൻ സർക്കാരിൻ്റെ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എടോ സുഡാപ്പിക്കാരാ, പിണറായി വിജയൻ്റെ തീട്ടം മാത്രമല്ല പിണറായി വിജയൻ്റെ ചർദലും നക്കാനുള്ള ഒരു ഗതികെട്ട വർഗമായിട്ട് നിങ്ങൾ അതപ്പതിച്ചിരിക്കുന്നു. നിങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തത് വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കുകയാണ് പിണറായി വിജയനും സഖാക്കളും. മനസ്സിലാക്കണം. അതേ പിണറായി വിജയനും സഖാക്കൾക്കും വേണ്ടി വോട്ട് ചോദിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലും SDPIക്കാരനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സഖാക്കൾക്ക് അരിശം വരുമ്പോൾ വെട്ടിക്കൊല്ലാനും SDPIക്കാരനുണ്ട്, പിണറായി വിജയൻ്റെ ചർദൽ തിന്നാനും SDPIക്കാരനുണ്ട്, പിണറായി വിജയൻ്റെ തീട്ടം തിന്നാനും SDPIക്കാരനുണ്ട്. ഇനി ഇവിടെ മറ്റൊരു വിഷയം, ഇപ്പോൾ
ദേശാഭിമാനി എന്ന് പറയുന്നത് പച്ച നുണകൾ വിളിച്ചു പറയുന്നവരാണ്. ശരി, പച്ച നുണകൾ പറയട്ടെ. ആ കൂട്ടത്തിൽ ഇവരുടെ അവകാശവാദങ്ങളാണ്. KP ശശികലയെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ KP ശശികലയെ അറസ്റ്റ് ചെയ്തത്? ഇല്ല, നുണയാണ്. PC ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നു. PC ജോർജ് എത്ര ദിവസം ജയിലിൽ കിടന്നു? ഇതിൽ ഇവർ ദേശാഭിമാനി പറഞ്ഞതിൽ രാഹുൽ ഈശ്വർ മാത്രമാണ് 10-16 ദിവസം ജയിലിൽ കിടന്നത്. രാഹുൽ ഈശ്വറിനെതിരെ ഉണ്ടായിരുന്ന കേസ് എന്താണ്? അത് പിണറായി വിജയൻ കള്ളക്കേസ് എടുത്ത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ യുവതികളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതൊരു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വറിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ പോലീസ്. അതല്ലാതെ ഈ KP ശശികലയും അതുപോലെ പ്രതീഷ് വിശ്വനാഥനും ഒക്കെ എത്ര കാലം എവിടെയാണ് ഇവരെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്? ഇവരൊക്കെ എത്ര ദിവസമാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്? ഇതവിടെ നിൽക്കട്ടെ. ഇനി SDPI നേതാവ് MK ഫൈസിയുടെ അറസ്റ്റ് പിണറായി വിജയൻ്റെ ക്രെഡിറ്റ് ആണെന്നാണ് പറയുന്നത്. കള്ളപ്പണ കേസിൽ ഈ കള്ളപ്പണ കേസ് ഇടപാട് ബ്ലാക്ക് മണിയുടെ എന്ത് വിഷയമുണ്ടായാലും ആ കേസ് അന്വേഷിക്കുന്നത് ആരാ? കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. ഈ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ്? ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ്. ഈ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഈ പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി എടുത്ത നടപടി എങ്ങനെയാണ് പിണറായി വിജയൻ്റെ ക്രെഡിറ്റ് ആവുന്നത്? ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് പിണറായി വിജയൻ്റെ ക്രെഡിറ്റ് അല്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ പോലീസല്ല MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത് എന്ന് മാത്രമല്ല, പക്ഷേ MK ഫൈസിയെ അറസ്റ്റ് ചെയ്ത ക്രെഡിറ്റ് കൂടി ഞങ്ങൾക്ക് വേണമെന്നാണ് ദേശാഭിമാനിക്കാരൻ പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ SDPIക്കാരൻ എന്ന് പറയുന്ന സുഡാപ്പിക്കാരൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുഡാപ്പിക്കാരനെ കൂടെ കൊണ്ട് നടക്കും, ആവശ്യമെന്ന് കണ്ടാൽ കഴുത്തിന് കത്തിവെക്കും, എന്നിട്ട് ഛർദ്ദിച്ചതും തീട്ടവുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഈ SDPIക്കാരന് കൊടുക്കുകയും ചെയ്യും. എന്നാലും SDPIക്കാരന് വല്ലാത്ത ആത്മാർത്ഥതയാണ്. കാരണം എന്താ? പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കണേ. പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടുള്ള ആത്മാർത്ഥതയല്ല. പണിയെടുക്കുന്നത് ആർക്കെതിരെയാ? പണിയെടുക്കുന്നത് മുസ്ലിം ലീഗിനെതിരെയാ. ലീഗിന് തീവ്രത പോരാ, ലീഗിന് കാര്യങ്ങളിൽ ഗൗരവം പോരാ, ലീഗിന് കാര്യങ്ങളിൽ ശക്തി പോരാ. ലീഗ് തീ കെടുത്താനാണ് ശ്രമിക്കുന്നത്. ലീഗ് അങ്ങനെ തീ കെടുത്താൻ ശ്രമിക്കരുത്. ലീഗ് തീ കത്തുമ്പോൾ അതിലേക്ക് പെട്രോൾ ഒഴിക്കണം, മണ്ണെണ്ണ ഒഴിക്കണം, എണ്ണ ഒഴിക്കണം, ആളി കത്തിക്കണം. ഇതാണ് SDPIക്കാരൻ പറയുന്നത്. അപ്പം ലീഗിനെതിരെ മുസ്ലിം ലീഗിനെതിരെ ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് SDPIക്കാരൻ പിണറായി വിജയൻ്റെ കൂടെ കൂടിയത്. എന്നാൽ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത് പോലും പിണറായി വിജയൻ്റെ നേട്ടമാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തതല്ലെങ്കിൽ പോലും അറസ്റ്റ് ചെയ്തത് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. പിണറായി വിജയനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാലും SDPIക്കാരെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവനാണ്. അവനൊന്നും കേരളത്തിൽ ജീവിക്കേണ്ടവനേ അല്ല. അവനൊക്കെ വർഗീയവാദിയാണ്, അവനൊക്കെ രാജ്യദ്രോഹിയാണ്, അവനൊക്കെ ദേശവിരുദ്ധനാണ് എന്നാണ് ആര് പറയുന്നത്? ദേശാഭിമാനി പറയുന്നത്. അപ്പോൾ ഇതാണ് പിണറായി വിജയൻ്റെയും സഖാക്കളുടെയും ഉള്ളിലിരിപ്പ്. SDPIക്കാരൻ്റെ വോട്ട് വേണം. സഖാക്കളെ വിജയിപ്പിക്കാൻ SDPIക്കാരൻ അഹോരാത്രം പണിയെടുക്കണം. എന്തിന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തലശ്ശേരിയിലെ ഫസലിനെ കൊന്ന കാരായി രാജനെ വിജയിപ്പിക്കാൻ പോലും SDPIക്കാരൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ കാരായി രാജനെയും വിജയിപ്പിച്ചു. അപ്പോൾ രാജനെ വിജയിപ്പിച്ചു, SDPIക്കാരൻ പണിയെടുക്കുന്നു, എല്ലാം ഉണ്ട്. വൈകുന്നേരം വരെ പണിയെടുത്താലും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ചവിട്ടും കുത്തും തൊഴിയും ഇടിയും ഒക്കെയാണ് ബാക്കി. SDPIക്കാരാ, നിനക്കൊന്നും നട്ടല്ലില്ലടോ. നട്ടല്ലെന്ന് പറയുന്നത് നിനക്കൊന്നില്ലേ? നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന MK ഫൈസിയെ, MK ഫൈസിയെ അറസ്റ്റ് ചെയ്യുന്നത് പിണറായി വിജയൻ്റെ ക്രെഡിറ്റാണ്. എന്തുകൊണ്ടാണ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ്റെ ക്രെഡിറ്റ് ആയത്? MK ഫൈസി എന്ന് പറയുന്നവൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവനാണ്. അവൻ രാജ്യദ്രോഹിയാണ്, ദേശവിരുദ്ധനാണ് എന്നാണ് ദേശാഭിമാനിക്കാരൻ പറയുന്നത്. ഉളുപ്പില്ലടോ സുഡാപ്പിക്കാരാ, നിനക്ക് ഉളുപ്പില്ലേ?
ഉളുപ്പില്ല നിനക്ക് പിണറായി വിജയന്റെ എച്ചില് തിന്നാൻ, പിണറായി വിജയന്റെ ചർദല് തിന്നാൻ, പിണറായി വിജയന്റെ തീട്ടം തിന്നാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു വർഗമായിട്ട് എടോ SDPIക്കാരാ എന്തിനാണോ നിങ്ങളിങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്? ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? നിങ്ങൾ കൂടെ നിൽക്കുന്ന, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾ കൊണ്ടു നടക്കുന്ന സഖാക്കൾക്ക് പോലും നിങ്ങൾ വർഗീയവാദിയാണ്, നിങ്ങൾ രാജ്യദ്രോഹിയാണ്, നിങ്ങൾ ദേശവിരുദ്ധരാണ്. പക്ഷെ നിങ്ങളുടെ വോട്ട് വേണം. നിങ്ങൾ അവർ കൊണ്ടു നടക്കും. കാരണം നിങ്ങൾ വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുക്കും. പക്ഷേ നിങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തതും പിണറായി വിജയൻ്റെ ക്രെഡിറ്റാണ് എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ദേശാഭിമാനിയുടെ വാർത്തയിൽ RSSകാരെ അറസ്റ്റ് ചെയ്ത് വിദേശ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ RSSകാരെ അറസ്റ്റ് ചെയ്തതാണ് വാർത്ത. ആ വാർത്തയുമായി ഒരു ബന്ധവുമില്ലാത്ത MK ഫൈസിയുടെ അറസ്റ്റ് പോലും പിണറായി വിജയൻ്റെ ക്രെഡിറ്റായി ആ വാർത്തക്കൊപ്പം ചേർക്കുന്നുണ്ടെങ്കിൽ SDPIക്കാരാ നിനക്കൊക്കെ ഇത്രയേ വിലയുള്ളൂ. നീയൊക്കെ നായി നയിക്കും പോലെ പണിയെടുക്കുമെന്നല്ലാതെ നിനക്കൊന്നും ഒരു പേപ്പട്ടിയുടെ വില പോലും പിണറായി വിജയനും കൂട്ടരും നൽകുന്നില്ല എന്നുള്ളതാണ്.